ലീഗിന്റെ വയനാട് ഫണ്ട് എന്ന ലീഗിനെ വിമർശിച്ച തുറന്ന കത്തിന് ശേഷം വീണ്ടും ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ.ടി. ജലീൽ. അബ്ദുൽ വഹാബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് എതിരെയായിരുന്നു അന്ന് കെ.ടി. ജലീൽ വിമർശനമുന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കെ.ടി. ജലീൽ രംഗത്തെത്തിയത്. നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ടെന്നും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താറടിക്കാൻ ശ്രമിക്കേണ്ടെന്നും കെ.ടി. ജലീൽ പറയുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്തുണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. പന്നിയിറച്ചി ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സമൂഹ മാധ്യമ വാളുകളിൽ കാണാനിടയായി. പന്നി ഇസ്ലാം മത വിശ്വാസികൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ്. ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട്, എന്നാൽ പോത്തിറച്ചി വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല. പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ്? പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ? മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല. മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നില്ല. മദ്യമുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നി വിരുദ്ധർ ഉദ്ഘോഷിച്ചതായും കണ്ടില്ല. ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല. അതിൽ പന്നിയിറച്ചി കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്, ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്, പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട്. ബീഫ് ചലഞ്ചും പോർക്ക് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെയാണ്. ബീഫ് കഴിക്കുന്നവനെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിയിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം? ഇടതുപക്ഷത്തിന് മതമില്ല, എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു. നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ട്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താറടിക്കാൻ ശ്രമിക്കേണ്ട. കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്തുണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ സമസ്ത നേതാവായ നാസർ ഫൈസി കൂടത്തായി അടക്കം ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ചിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമാണെന്ന് കരുതുന്നവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതത്തിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിലുള്ള മറുപടിയാവില്ല. നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചു. നാസർ ഫൈസി അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയായിരുന്നു കെ.ടി. ജലീൽ രംഗത്ത് വന്നത്. ഇതിന് 2 ദിവസം മുൻപും ലീഗിനെതിരെ കെ.ടി. ജലീൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തുറന്ന കത്തായിരുന്നു അന്ന് കെ.ടി. ജലീൽ ലീഗിന് വേണ്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്.